ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറാക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 വെണ്ടയ്ക്ക ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് കറി തയ്യാറാക്കുന്ന സമയത്തും ഉപ്പ് ചേർക്കാനുണ്ട്. ഈ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ കടായിൽ തന്നെയാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ മാറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇപ്പോൾ പാകത്തിന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ 1 കപ്പ് 2ാം പാലാണ് ചേർക്കുന്നത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇപ്പോൾ ഇവിടെ ഇത് തിളച്ച് വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് 1ാം പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ 1ാം പാൽ ഒഴിച്ച ശേഷം കൂടുതൽ സമയം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്